മരം വെട്ടിയതാണ്. ചവറക്കല്ലേ മരം വെട്ടിയപ്പോഴേ ആ ചവറക്ക് ഇവിടെ എല്ലാം കൂടെ വാരി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്. കട്ടറുണ്ട്, മീൻ മുറിക്കുന്ന കത്തിരിക്ക, ലൈറ്റർ, ഗ്യാസ് ലൈറ്റർ, സ്പ്രേ ഐറ്റം, കട്ടിംഗ് പ്ലെയർ, സ്റ്റാൻഡർ, അങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട്. ബാബു മൊയ്തീൻ എന്നാണ് എന്റെ പേര്. ഞാൻ താമസിക്കുന്നത് ചാത്തനാടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് 10-35 വർഷത്തോളം. അതെ 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 അതാണ് ഞാൻ പറയുന്നത്. ഞാൻ 10-35 കൊല്ലമായിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യുന്നൊരു ഞാൻ ഗൾഫിലായിരുന്നു. 10 വർഷം ഗൾഫിൽ നിന്നാണ്, അബുദാബി എന്നുള്ള രാജ്യത്ത് നിന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ കാരണം എനിക്കൊരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന എന്നിട്ട് അറബി പേടിക്കുന്നു. അറബി പേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ നാട്ടിൽ പോയി ചികിത്സപ്പെടുത്തിയിട്ട് സുഖമായിട്ടൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടാനത്ത് കൊണ്ടുപോയി കാണിച്ച് അങ്ങനെ എനിക്ക് കുറച്ച് ഭേദമായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നാ തിരിച്ചു പോകാം നാട്ടിൽ, അങ്ങോട്ട് ഗൾഫിലോട്ട് എന്നും പറഞ്ഞു. ഗൾഫിലോട്ട് പോകുന്ന സമയത്ത് നെടുമ്പാശ്ശേരി വെച്ച് ഒന്നും കൂടെ വന്നു നെഞ്ചുവേദന. അപ്പൊ അവര് പറഞ്ഞ് മക്കളെല്ലാം കൂടെ പൊട്ടിയിട്ട് നേരെ അവിടെ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് ചോദിച്ചു. പറഞ്ഞു മക്കള് പറഞ്ഞു എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. പോകാൻ പറ്റത്തില്ല, അച്ഛന് വീണ്ടും ഒരു നെഞ്ചുവേദനയും കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മക്കള് വിളിച്ച് അറബിയോട് പറഞ്ഞു. അപ്പൊ അറബി പറഞ്ഞു അന്നൊരു പണി വരണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ അയച്ചു തരാമെന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് പൈസ അയച്ചു തന്നു. അതുമായിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ ഇരുന്ന് അങ്ങനെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയത്. അതുമായിട്ട് ഫോറിൻ ഐറ്റംസ് എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസ് സ്പ്രേ. അത് തന്നെ. അല്ല അതൊന്നും എനിക്കിപ്പോ സെൽഫ് ചാറ്റിങ് വണ്ടി സ്റ്റിക്കർ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല. സെൽഫാണ് അങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന് അങ്ങനെ വന്നിരുന്ന് കച്ചവടം ചെയ്യും ഞാൻ. അതാണ് എന്റെ കച്ചവടം, എന്റെ രീതി, എന്റെ ഇതല്ല. കാരണം ഇപ്പൊ എന്തായാലും എനിക്ക് ഞാൻ ഇവിടെയാ മൊത്തം ടോട്ടലായിട്ട് പറഞ്ഞ 10-35 വർഷമായി ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഇടക്കാണ് 10 കൊല്ലം ഗൾഫിൽ പോയത്. അങ്ങനെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവരും സാധനം. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് അങ്ങനെ ഇരിക്കും, പിന്നെയും പോകും, പിന്നെയും വരും, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ഈ കമ്പനിയുടെ ഭാഗത്ത് ഇരിക്കുന്നത്. അത് തന്നെ ഇത് തന്നെ ജീവമാർഗം. എനിക്ക് ജോലിക്കൊന്നും പോകുന്നില്ല. മക്കൾ രണ്ടുപേരുമാണ് നോക്കുന്നത്. എനിക്ക് 2 ആൺപിള്ളേരാണ്. അമ്മമാർക്ക് 2 പേർക്ക് ഇപ്പൊ ജോലിയുണ്ട്. അമ്മമാരുടെ ചെലവിലാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ പോകുന്നത് ഒരു രീതി തന്നെ. അപ്പൊ നമുക്ക് ഉള്ളത് മറക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഈ കണ്ടുപിടിക്കാൻ കാരണം ഞാൻ കൊച്ചിലോട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് സ്കൂളിൽ അവിടെ ആയിട്ട് വരും. അതെ അതെ പോകുമ്പോഴാണ് കാണാറുണ്ട്. അല്ല ഒരു കാരണം ഒരു ഗൾഫുകാരനാകുമ്പോ ഇഞ്ചയിലൊക്കെ ഇറങ്ങത്തുള്ളൂ. അവിടെ അങ്ങനെ തന്നെ അന്നത്തെ തോടും അന്നത്തെ രീതിയും ഒക്കെ ഇപ്പോഴും അത് തന്നെ. അങ്ങനെയുള്ള ആളാണ് ഞാൻ. അങ്ങനെ ജീവിച്ചു പോകുന്നു. അത്രയുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.